ബിജെപി നേതാവ് സി വി സജീനെ ആ രീതിയിലേക്ക് പണം നൽകി മറ്റ് വാഗ്ദാനങ്ങൾ നൽകി അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി വലവീശി പിടിക്കാൻ നടക്കുന്ന ഒരു ദേശീയ പാർട്ടിയാണ് ബിജെപി. അതുകൊണ്ട് ബിജെപി ഇത്തരം ചില കാര്യങ്ങൾ നടത്തുന്നു, വനിതാ നേതാക്കളടക്കമുള്ളവ അതിൽ വീണുപോകുന്നു എന്ന തരത്തിലുള്ള ഒരു ആരോപണമായിട്ട് തന്നെ കോൺഗ്രസ് പാനലിസ്റ്റിന്റെ അഭിപ്രായത്തെ ഞാൻ എടുക്കുകയാണ്. സ്വാഭാവികമായിട്ടും ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ബിജെപി നിൽക്കുന്ന ഒരു പ്രതികൂട് എന്ന് പറയുന്നത് അത് വനിതാ നേതാവാകട്ടെ പുരുഷ നേതാവാകട്ടെ ഈ തരത്തിലുള്ള ധാർമ്മികതയില്ലായ്മ കാണിക്കുന്നു രാഷ്ട്രീയത്തിൽ എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഉയരുന്ന പ്രതിഷേധങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉള്ളതുപോലെയുള്ള പ്രതിഷേധങ്ങളല്ല, അതിലും ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ കേരളത്തിൽ ഉയരുമ്പോൾ അത് തന്നെ രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നുണ്ട്. ബിജെപിയുടെ പ്രതികരണം വനിതാ ദിനമാണ്. ഈ നാരി ശക്തിയുടെ മഹോത്സവ കാലത്ത് ചേർന്നിരിക്കുന്ന ഈ വനിതാ ദിനം വനിതകൾക്കൊരു വലിയ സമ്മാനവുമായാണ് ഈ ദിനം ഉണർന്നെഴുന്നേറ്റത്. ആദരണീയ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഗാർഹിക സിലിണ്ടറിന് 100 രൂപ കുറച്ചുകൊണ്ട് ഉജ്ജൽ യോജനയിലെ സബ്സിഡി അടുത്ത 1 വർഷത്തേക്ക് കൂടി നീട്ടിക്കൊണ്ട് അങ്ങനെ ഒരു വലിയ സമ്മാനവുമായാണ് ഇന്നത്തെ വനിതാ ദിനം കടന്നു പോകുന്നത്. അപ്പോൾ ഇത് കാണിക്കുന്നത് 100 രൂപ സബ്സിഡിയുടെയോ 100 രൂപ കുറച്ചത് മാത്രമല്ല, മുഴുവൻ വിഭാഗത്തിലുള്ള ഏറ്റവും താഴേക്കിടയിലുള്ള സ്ത്രീകളെ ഉൾപ്പെടെ, വീട്ടമ്മമാരെ ഉൾപ്പെടെ, BPL വിഭാഗത്തിലെ സ്ത്രീകളെ ഉൾപ്പെടെ സമൂഹത്തിന്റെ എല്ലാ വിഭാഗത്തിലുമുള്ള സ്ത്രീകളെയും സമസ്ത സമൂഹത്തെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ വികസനത്തിന്റെ ഭാഗമാക്കുന്ന, അവരുടെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് തൊട്ടറിഞ്ഞ് അതിന് പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ട് അവരെ ഒപ്പം ചേർത്തുകൊണ്ട് ദേശീയതയുടെ വഴിയിലൂടെ ആത്മനിർഭര ഭാരതത്തിലേക്ക്, വികസനത്തിലേക്ക് നയിക്കുന്ന ഒരു പാർട്ടി. തീർച്ചയായിട്ടും ഈ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് സ്ത്രീകൾ ഉൾപ്പെടെ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ ഉള്ളവർ ഒരു വലിയ ഒഴുക്കുണ്ട്. അത് നേതാക്കന്മാരും സാധാരണ പ്രവർത്തകരും അനുയായികളും എല്ലാം ഉൾപ്പെടെ അത് സ്വാഭാവികമാണ്. അതിന്റെ അലയടികൾ അതിശക്തമായി ഇന്ന് കേരളത്തിലും കുറെ കാലമായി പ്രതിഫലിച്ചു തുടങ്ങിയിരിക്കുന്നു. ഏറ്റവും അവസാനമുണ്ടായ ഒരു സംഭവമാണ് ശ്രീ കെ കരുണാകരന്റെ, കേരളത്തിന്റെ ലീഡർ എന്നറിയപ്പെടുന്ന കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വന്നു ചേർന്നത്, അവർ ദേശീയതയെ പുലുക്കിയത്. തീർച്ചയായിട്ടും ഈ ഒരു കോൺഗ്രസിന്റെ ഒരു സ്വത്വം എന്താണ് എന്ന് അറിഞ്ഞ ഒരു വനിതയാണ്. പക്ഷേ ഇനി കോൺഗ്രസിന് ഇവിടെ ഒരു ഭാവിയില്ല. അവരുടെ ആദർശങ്ങൾ, അവരുടെ സ്വത്വം, അല്ലെങ്കിൽ പത്മജ വേണുഗോപാലിനെ പോലെയുള്ള വനിതകൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വികസനം, ഒരു മുന്നോട്ട് പോക്ക് അത് കോൺഗ്രസിൽ സാധ്യമല്ല എന്ന് പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ടാണ് വികസനത്തിന്റെ മുഖമായ പരാമർശവും വിമർശനവും എല്ലാം ഈ വികസനം എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള വികസനമാണോ എന്നുള്ളതാണ് ചോദ്യം. അതിനുവേണ്ടി പാർട്ടി മാറുന്നോ എന്നുള്ളതാണല്ലോ ഈ വിമർശനവും ആക്ഷേപവും എല്ലാം. അല്ലല്ലോ, വികസനം വ്യക്തിപരമല്ലല്ലോ. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, അത് ഞാൻ തുടങ്ങിയത് പോലും ഉജ്ജൽ യോജനയിലും ഗ്യാസ് സിലിണ്ടറിലൂടെയാണ് തുടങ്ങിയത്. സമസ്ത വിഭാഗങ്ങളെയും ചേർത്തുകൊണ്ട് ഓരോ വിഭാഗത്തിന്റെയും, അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ വിഭാഗത്തിന്റെയും വികാരങ്ങൾ തൊട്ടറിഞ്ഞ്, അവരുടെ ആവശ്യങ്ങൾ തൊട്ടറിഞ്ഞ്, അവരുടെ സാധ്യതകളെ, അവരുടെ കഴിവിനെ തൊട്ടറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ട പദ്ധതികൾ നടപ്പിലാക്കുക, അവർക്ക് വേണ്ട സ്ഥാനമാനങ്ങൾ നടപ്പിലാക്കുക, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ആ വികസന പദ്ധതികളുടെ ഒരു നീണ്ട നിര മനസ്സിലായി. പക്ഷെ കേരള